ഹലോ മൈ amigos, വെൽക്കം ബാക്ക് ടു അനദർ ഫ്രഷ് വീഡിയോ. ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കമ്പനി ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ ഫോർ റെഗുലർ അപ്ഡേറ്റ്സ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടൻസ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. അല്ല ഫസ്റ്റ് വൺ ആണ് കമ്പനി എന്താണെന്നും അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി എന്താണെന്ന് നോക്കും. അതിനുശേഷം ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനീസ് ആക്ട് എന്താണെന്ന് നോക്കും. അതിനുശേഷം അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ നോക്കും. ലാസ്റ്റ് നമ്മൾ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലും നോക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കമ്പനി എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു കമ്പനിയുടെ ഡെഫിനിഷൻ നോക്കാം. എ വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഹാവിങ് എ കോമൺ സീൽ ആൻഡ് പെർപ്പച്വൽ സസഷൻ. ഈ ഒരു ഡെഫിനിഷൻ എന്താണ് മീൻ ചെയ്യുന്നത്? ഇതൊരു വോളണ്ടറി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണുമാണ്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിയമപ്രകാരമാണ്. അവരുടെ ലിമിറ്റഡ് ലയബിലിറ്റിയുമാണ്. അതുപോലെ തന്നെ അവർക്കൊരു കോമൺ സീൽ ഉണ്ടാവും. ആൻഡ് ഈ കമ്പനി ഒരിക്കലും ഇല്ലാതാവില്ല. കമ്പനിയുടെ മെമ്പേഴ്സ് മരിച്ചാൽ പോലും ഇത് എക്സിസ്റ്റ് ആവുക തന്നെ ചെയ്യും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് രജിസ്റ്റേർഡ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫീച്ചറാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു കമ്പനിയുടെ മെയിൻ ഫീച്ചർ എന്നത് കമ്പനിയുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു കമ്പനിയും കമ്പനിയിലെ മെമ്പേഴ്സും സെപ്പറേറ്റ് ആണെന്നാണ് ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു കമ്പനിയുടെ മണിയും പ്രോപ്പർട്ടിയും എല്ലാം കമ്പനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അല്ലാതെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് ഇത് ബിലോങ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് സെക്കൻഡ് ഫീച്ചർ നോക്കാം, ലിമിറ്റഡ് ലയബിലിറ്റി. ഈ ഒരു ഫീച്ചർ കാരണമാണ് ഒത്തിരി ആളുകൾ ലിമിറ്റഡ് കമ്പനീസിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു കമ്പനിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ ഈ ഷെയർസിൽ ബാക്കി അടയ്ക്കേണ്ട എമൗണ്ട് മാത്രമായിരിക്കും ഈ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ആയിട്ട് വരുന്നത്. ഇപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്നത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈമിൽ കമ്പനിക്ക് ബാക്കി ഉണ്ടാവുന്ന ലയബിലിറ്റീസിലേക്ക് ഈ മെമ്പേഴ്സ് എമൗണ്ട് അവരുടെ ഷെയർസിനനുസരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി തേർഡ് ഫീച്ചറാണ് പെർപ്പച്വൽ സസഷൻ. ഏതെങ്കിലും മെമ്പേഴ്സിൻ്റെ ഡെത്തോ ഇൻസോൾവൻസിയോ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡർ കാരണം ഒരു കമ്പനി ഇല്ലാതാവുന്നില്ല. ഏതെങ്കിലും മെമ്പേഴ്സ് മരിച്ചാൽ പോലും കമ്പനി എക്സിസ്റ്റ് ആവുക തന്നെ ചെയ്യും. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് നിയമപ്രകാരമാണ്, അപ്പോൾ അത് എൻഡ് ചെയ്യുന്നതും സെയിം പ്രോസസ്സിൽ തന്നെ ആവണം. ഇനി ഫോർത്ത് ഫീച്ചറാണ് കോമൺ സീല്. ഒരു കമ്പനി എന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു കമ്പനിക്ക് സ്വയം സൈൻ ചെയ്യാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്റ്റിൽ കമ്പനി എൻട്രി ചെയ്യുന്നത് ഏജൻസിലൂടെയാണ്. കമ്പനി എന്നിട്ട് ആ കോൺട്രാക്റ്റിൽ കമ്പനിയുടെ സീല് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സീലിലാണ് കമ്പനിയുടെ പേരുണ്ടാവുന്നത്. ഇനി ഫിഫ്ത്ത് ഫീച്ചറാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസോസിയേഷൻ പോലെയോ ഒരു കമ്പനിക്കും അവരുടെ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാം. ഒരു ഷെയർ മാർക്കറ്റിൽ ഈ ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി സിക്സ്ത് ഫീച്ചറാണ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. കമ്പനി എന്നത് ഒരു ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ പേരിലുള്ള പ്രോപ്പർട്ടി എൻജോയ് ചെയ്യാനും ഓൺ ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനുമുള്ള റൈറ്റ് കമ്പനിക്കുണ്ട്. ഒരു കമ്പനിയിലേക്ക് മെമ്പേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അവർ കമ്പനിയുടെ ജോയിൻറ്റ് ഓണേഴ്സ് ആവില്ല. ഇനി സെവൻത്ത് ഫീച്ചറാണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഒരു കമ്പനിക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം, അതുപോലെ തന്നെ ഒരു കമ്പനിക്ക് എതിരെയും കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി എയ്ത്ത് ഫീച്ചറാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഒരു കമ്പനി എന്നതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു കമ്പനിക്ക് ബോഡിയും സോളും ഇല്ലെങ്കിൽ പോലും ലോ കമ്പനിയെ കാണുന്നത് ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രജിസ്റ്റേർഡ് കമ്പനിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കമ്പനീസ് ആക്ട് 2013 ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനീസ് ആക്റ്റും ഫീച്ചേഴ്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനിയും ഡിഫറെൻ്റ് ആണ്. രണ്ടും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് കമ്പനീസ് ആക്ടിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് ഫീച്ചറാണ് ഫ്ലെക്സിബിലിറ്റി. ഈ പുതിയ ലെജിസ്ലേഷനിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്നത് ഈ കമ്പനി ലോയിലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്സിന് ഗ്രേറ്റ് ഫ്ലെക്സിബിലിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഫീച്ചറാണ് വൈഡർ സ്കോപ്പ്. കമ്പനീസിന് മാത്രം ഇൻകോർപ്പറേറ്റഡ് ആക്കുന്നതിന് പകരം പുതിയ ആക്ട് കവർ ചെയ്യുന്നത് കമ്പനീസ്, ബോഡി കോർപ്പറേറ്റ്സ്, സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റീസ് എല്ലാമാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് 56 വൈഡർ സ്കോപ്പാണ് കമ്പനീസ് ആക്ട് 2013 ഉള്ളത്.
ഇനി തേർഡ് ഫീച്ചറാണ് ലിബറൽ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഡിഫറൻറ്റ് ഏരിയയിൽ തന്നെയാണ് പുതിയ ആക്ട് വരുന്നത്. അതായത് 1956 ആക്ടിലെ ലെജിസ്ലേഷൻസ് എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് പഴയ കൺസെപ്റ്റിനെ ആയിരുന്നു. അതായത് ഓരോ സ്റ്റെപ്പിനും ഗവൺമെൻറ് അടുത്തുനിന്ന് പെർമിഷൻ വേണമായിരുന്നു. പക്ഷേ പുതിയ ആക്ടിൽ കമ്പനീസിന് ഒരു ഓട്ടോണമി ഒരു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റിലേക്ക് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫോർത്ത് ഫീച്ചറാണ് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്. പുതിയ ആക്ട് ശരിക്കും കമ്പനീസിനൊക്കെ ഓട്ടോണമി ലിബറലായിട്ട് തന്നെ ഗ്രാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും വയലേഷൻസ് ഇതിൽ വരുത്തുകയാണെങ്കിൽ സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്സ് തന്നെ ഉണ്ടാവുന്നതാണ്. ഇനി ഫിഫ്ത്ത് ഫീച്ചറാണ് സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക്. ഇപ്പോൾ കമ്പനീസായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സിവിൽ ലോ അല്ലെങ്കിൽ ക്രിമിനൽ ലോ വയലേഷൻസ് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റിൽമെൻറ്റ് എസെൻഷ്യലായിട്ട് വരികയും ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സിക്സ്ത് ഫീച്ചറാണ് സ്യൂട്ടഡ് ഫോർ എ ഗ്ലോബലൈസ്ഡ് വേൾഡ്. പുതിയ ലെജിസ്ലേഷനിൽ കമ്പനി ഫങ്ഷൻ ചെയ്യുന്ന ഗ്ലോബലൈസ്ഡ് പ്ലാറ്റ്ഫോമിനെ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി സെവൻത്ത് ഫീച്ചറാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പഴയ ആക്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം പുതിയ ആക്ടിൽ പുതിയ കോർപ്പറേറ്റ് ഗവേണൻസിന് ഡയമെൻഷൻസും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വരെ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇനി എയ്ത്ത് ഫീച്ചറാണ് ഇൻഫർമേഷൻ ടെക്നോളജി. ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനായിട്ടും ഇൻഫർമേഷൻ ഡിസമിനേഷനായിട്ടും കണക്റ്റഡ് ആവുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ഓഫർ ചെയ്യുന്ന പോസിബിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യാനുള്ള പെർമിറ്റ് പുതിയ ആക്ടിലൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനീസ് ആക്ടിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു കമ്പനി ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നോക്കേണ്ടത്. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ലിമിറ്റഡ് ലയബിലിറ്റി. ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പം അവരുടെ പ്രൈം മോട്ടീവ് എന്നത് പോസിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെ ലിമിറ്റഡ് ലയബിലിറ്റിയിൽ സെക്യൂർ ചെയ്യാനായിട്ടായിരിക്കും അല്ലേ. ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിലൊരു മെമ്പറിൻ്റെ ലയബിലിറ്റി എന്നത് ഇവർ ഹോൾഡ് ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ ബാക്കി പേ ചെയ്യേണ്ടതായിട്ടുള്ള വാല്യൂ മാത്രമായിരിക്കും. ഇതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ഇനി സെക്കൻഡ് വൺ ആണ് സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഒരു കമ്പനിയും അവിടെയുള്ള മെമ്പേഴ്സും സെപ്പറേറ്റ് ആണ്. ഇത് ശരിക്കും മെമ്പേഴ്സിന് ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇനി തേർഡ് വൺ ആണ് പെർപ്പച്വൽ സസഷൻ. ഒരു കമ്പനിയുടെ മെമ്പർഷിപ്പ് ചേഞ്ച് ആയാൽ പോലും കമ്പനി എക്സിസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഫോർത്ത് ഫീച്ചറാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഇത് ശരിക്കും ഒരു ഷെയർ ഹോൾഡറിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇവിടെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കമ്പനിയിലുള്ള റൈറ്റ്, അതായത് ഈ ഷെയർ മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്, ആരുടെയും കൺസെൻറ്റ് ഇല്ലാതെ തന്നെ. ഇനി ഫിഫ്ത്ത് വൺ ആണ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ മെമ്പേഴ്സിന് ഒരു റൈറ്റും ഇല്ല. ഇനി സിക്സ്ത് വൺ ആണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ കമ്പനിക്കെതിരെയും കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി സെവൻത്ത് വൺ ആണ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. ഒരു കമ്പനി റൺ ചെയ്യാനായിട്ട് കമ്പനിക്ക് വേണമെങ്കിൽ പ്രൊഫഷണൽ മാനേജേഴ്സിനെ വെക്കാവുന്നതാണ്. ഇനി എയ്ത്ത് അഡ്വാൻറ്റേജ് ആണ് ഓപ്പർച്യൂണിറ്റി ടു ഇൻവോൾവ് ലാർജ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഒരു പബ്ലിക് കമ്പനിയുടെ കേസിൽ കൂടുതൽ ആളുകൾ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള അസോസിയേഷനിൽ ഈ ഓപ്ഷൻ അവൈലബിൾ അല്ല. ഇത്രയും കാര്യങ്ങളാണ് ഇൻകോർപ്പറേഷൻ്റെ അഡ്വാൻറ്റേജസിൽ പറയുന്നത്. ഇനി ഇൻകോർപ്പറേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ്. ഇൻകോർപ്പറേഷൻ്റെ പ്രോസസ്സിൽ കുറേ ന്യൂമറസ് ഫോർമാലിറ്റീസ് ഉണ്ട്. ഇനി സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ആണ് എക്സ്പെൻസീവ്. ഇൻകോർപ്പറേഷൻ്റെ പ്രോസസ്സ് എന്നത് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഒരു കമ്പനി റൺ ചെയ്യുന്നതും എക്സ്പെൻസീവ് ആയൊരു കാര്യമാണ്. ഇനി തേർഡ് വൺ ആണ് ദ കമ്പനി ഈസ് നോട്ട് എ സിറ്റിസൺ. ഒരു ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള കമ്പനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ സിറ്റിസൺഷിപ്പ് ആക്ടിൻ്റെ പ്രൊവിഷനിൽ നിന്നോ കമ്പനി ഒരു സിറ്റിസൺ ആണെന്നുള്ള സ്റ്റാറ്റസ് കിട്ടുന്നില്ല. ഇത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണാവുന്നതാണ്. ഇനി ഫോർത്ത് വൺ ആണ് ലിഫ്റ്റിംഗ് ദ കോർപ്പറേറ്റ് വെയിൽ. ഇൻകോർപ്പറേഷൻ്റെ അഡ്വാൻറ്റേജസിൽ ചില സിറ്റുവേഷൻസ് അവൈലബിൾ ആവണമെന്നില്ല കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ. അപ്പോൾ ആ സിറ്റുവേഷനിൽ ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി അയാൾ പേഴ്സണൽ ലയബിലിറ്റി ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഫിഫ്ത്ത് വൺ ആണ് കോർപ്പറേറ്റ് സ്കാംസ്. കുറേ പ്രൊമോട്ടേഴ്സ് ഉണ്ട് കമ്പനീസിനെ ഫ്ലോപ്പ് ആക്കാനായിട്ട്. ഈ ഒരു ഇൻറ്റൻഷനിലൂടെ ഇന്നസെൻറ്റ് പബ്ലിക്കിനെ ചീറ്റ് ചെയ്യുകയാണ് ഈ പ്രൊമോട്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻകോർപ്പറേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കായ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്താണെന്ന് നോക്കാം.
NCLT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഒരു ഒഫീഷ്യൽ ഗസറ്റിലൂടെ. എത്ര പേരാണ് ഈ ട്രൈബ്യൂണലിൽ മെമ്പേഴ്സായിട്ട് വെക്കേണ്ടതെന്ന് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ ജുഡീഷ്യൽ മെമ്പേഴ്സും ടെക്നിക്കൽ മെമ്പേഴ്സുമാണ് ഉണ്ടാകുന്നത്. ഹൈക്കോർട്ടിൽ 5 വർഷമായി ജഡ്ജായിരുന്നൊരു വ്യക്തിയായിരിക്കും NCLTയുടെ പ്രസിഡൻ്റ് ആവുക. സെൻട്രൽ ഗവൺമെൻറ്റിനെ പോലെയും കമ്പനി ലോ ബോർഡിനെ പോലെയും ഹൈക്കോർട്ടിനെ പോലെയും NCLTക്കും അതോറിറ്റി ഉണ്ട്. കമ്പനിയായിട്ട് കണക്റ്റഡ് ആവുന്ന സിവിൽ മാറ്റേഴ്സിനൊക്കെ ഡീൽ ചെയ്യാനുള്ള ഒരു ഏജൻസി ഉണ്ടാവാനായിട്ടാണ് ട്രൈബ്യൂണൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയുള്ള പർപ്പസ്. അപ്പോൾ ഇതാണ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കൂടിയാട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്നൊരു യൂണിറ്റാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ സീ യു ഗൈസ്.